ഞാൻ എടുക്കുന്ന മുട്ടയുടെ എണ്ണം കണ്ട് ആരും ഞെട്ടരുത്. അപ്പോൾ നമുക്ക് പിള്ളേരെ കൊണ്ട് സ്പിനാച്ച് ഒക്കെ കഴിപ്പിക്കാനായിട്ട് എത്ര മനോഹരമായിട്ടാണ് അരകല്ലിൽ ഇങ്ങനെ. ഹായ്, വെൽക്കം ടു ദ കറീഡ് സ്പിരിറ്റ്സ്. നാട്ടിലെ ന്യൂസൊക്കെ കണ്ടു. അപ്പം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് നീങ്ങാം. ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം എല്ലാവരും വീട്ടിൽ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ പാടാന്ന് കേട്ടു. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഉള്ള സാധനം വെച്ചിട്ട് ക്വിക്കായിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പി ആയിരുന്നു ചെയ്യുന്നത്. അത് വേറൊന്നുമല്ല, പാലക് എഗ് എന്ന് പറയുമ്പം ഒരു എഗ് കറി ആണ്. പക്ഷെ അതിൻ്റെ ഗ്രേവിയുടെ ബേസ് പാലക് സ്പിനാച്ച് അതാണ്. അപ്പം എനിക്ക് പാലക് പനീർ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ എൻ്റെ കുട്ടികൾക്ക് പനീർ കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് വലിയ താല്പര്യമില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ ഈ മുട്ട പുഴുങ്ങിയതിട്ടിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കിയത്. പിന്നെ പാലക്കാണെങ്കിലും ഭയങ്കര ഒരു അയൺ കണ്ടന്റ് ഉള്ള ഒരു സാധനം. അപ്പോൾ കുട്ടികൾക്ക് അത് കുറച്ച് നല്ല ഗുണകരമാണ്. കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും നല്ലതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി തക്കാളിയും ഒക്കെ കൂടെ വരുമ്പം ഒരു അയണൊക്കെ അബ്സോർബ് ചെയ്യാനൊക്കെ കുറേ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് പിള്ളേരെ കൊണ്ട് സ്പിനാച്ച് ഒക്കെ കഴിപ്പിക്കാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഒരു ഡിഷ്. അപ്പം നമുക്കിന്ന് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. പിന്നെ ഞാൻ പാലക് പനീർ എന്ന് പറയുമ്പം ഞാൻ ആദ്യമായിട്ട് പാലക് പനീർ കഴിച്ച ഒരു ടൈം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ വീട് എറണാകുളത്താണ്. അപ്പം അമ്മയുടെ അച്ഛൻ്റെ ഒരു വലിയ ഫ്രണ്ടാണ് ദ്വാരക ഹോട്ടലിലെ സ്വാമി. അപ്പം ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പം പുള്ളിക്കാരൻ ഒരിക്കൽ ഞങ്ങളെ ഡിന്നറിന് ദ്വാരക ഹോട്ടലിൽ വിളിച്ചു. അങ്ങനെ അവിടെ വെച്ചാണ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഈ പാലക് പനീർ കഴിക്കുന്നത്. ഇത് 80s ആണ്. അപ്പം അന്നൊന്നും നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഒന്നും അത്രയും കോമൺ ആയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് എപ്പോഴും ഈ ഒരു സ്പിനാച്ച് ഗ്രേവി കാണുമ്പം ആ ഒരു ഓർമ്മയൊക്കെ വരും. ഒക്കെ ഒരു ദിവസം. എനിവേ, നമുക്കിന്ന് എങ്ങനെയാണ് ഈ എഗ് കറി വിത്ത് സ്പിനച്ച് ബേസ് എന്ന് വെച്ചാൽ എഗ് പാലക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്കിതിന് വേണ്ട സംഭവങ്ങളെന്ന് പറഞ്ഞാൽ മുട്ട, പിന്നെ സ്പിനാച്ച് ലീവ്സ്. അപ്പം ഞാൻ എടുക്കുന്ന മുട്ടയുടെ എണ്ണം കണ്ട് ആരും ഞെട്ടരുത്. ഞങ്ങൾ ഇന്നിവിടെ 2 ഫാമിലി ഉണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടെ ഒരു 7-8 പേരുള്ളത് കൊണ്ട് ഞാനൊരു 11 മുട്ട പുഴുങ്ങുന്നുണ്ട്. അപ്പം അത് കണ്ട് പേടിക്കരുത് ആരും. പിന്നെ നാട്ടിൽ ചെയ്യുമ്പം ഇപ്പം ഇത്ര അളവ് വേണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് ഹാഫ് ആക്കുക. അപ്പം മുട്ട പുഴുങ്ങാനായിട്ട് ഞാൻ വെള്ളം വെച്ചു. എന്നിട്ട് മുട്ട ഇടുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടും. അപ്പം ആ തോടൊന്ന് ഇളകി വരാൻ എളുപ്പമാണ്. പിന്നെ മുട്ട പുഴുങ്ങാനായിട്ട് ഒരു 2 minutes തിളച്ച വെള്ളത്തിൽ ആ മുട്ട കിടന്ന് തിളച്ചിട്ട് പിന്നെ ഒരു 10 minute ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് പരുവത്തിൽ കിട്ടും. അപ്പം അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ട് അടുത്ത കാര്യം നോക്കാം. അപ്പം നമുക്ക് മുട്ട എടുക്കാം. നേരത്തെ ഇരുന്നതിൽ ഒരു മുട്ടയുണ്ട്. നമുക്ക് മുട്ട വെള്ളത്തിലേക്ക് ഇടാം. ഞാൻ ഈ പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പിടുന്നു. എന്നിട്ട് ആവശ്യത്തിന് വേണ്ട അത്രയും മുട്ടകളും കൂടെ ഇട്ട് നമുക്ക് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. നമുക്കിതൊന്ന് അടച്ചു വെക്കാം അല്ലേ, ഇത്രയും വെള്ളം വേഗം ചൂടാകാനായിട്ട്. അപ്പം ഈ മുട്ട പുഴുങ്ങി വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ഇതിലേക്ക് നമുക്ക് ആ സ്പിനച്ച് ലീവ്സിനെ ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കണം. അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സ്പിനച്ച് ലീവ്സ്. ഇതിപ്പം 8 ounce എന്ന് പറഞ്ഞാൽ 227 grams ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു 2 ബാഗാണ് ഞാനിപ്പം ഈ 11 മുട്ടയ്ക്ക് യൂസ് ചെയ്യുന്നത്. സാധാരണ ഞങ്ങൾ മാത്രം ഉള്ളപ്പം ഒരു 5-6 മുട്ടയ്ക്ക് ഞാൻ ഇതിൻ്റെ ഒരു ബാഗ് എന്ന് വെച്ചാൽ ഒരു 250 gram ഇല മതിയാവും അതിന് നല്ലപോലെ നമുക്ക് ഗ്രേവി കിട്ടാനായിട്ട്. അപ്പം നമുക്കിനി ഈ മുട്ട ഈ വെള്ളത്തിൽ കിടപ്പുണ്ട്. അത് തിളയ്ക്കുമ്പോൾ ഒരു 2 minutes വെച്ചിട്ട് നമുക്കതൊന്ന് ഓഫ് ചെയ്ത് മാറ്റാം. പിന്നെ സ്പിനാച്ച് തിളപ്പിക്കാനായിട്ട് വെള്ളം തിളയ്ക്കാൻ ഞാൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നടക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പം നമ്മൾ ഇത്രയും പാലക്കിന് ഞാനൊരു മീഡിയം സൈസ്ഡ്
സവോള എടുക്കുന്നത്. അതിൽ ഒരു 2 എണ്ണം എടുക്കാം. അപ്പം നമുക്ക് നല്ലൊരു തിക്ക് ഗ്രേവി കിട്ടാനായിട്ട്. അപ്പം ഞാൻ 2 സവോള. അത് പിന്നെ അരിയുന്നതിൽ നമുക്ക് ഭയങ്കര ഭംഗിയൊന്നും വേണ്ട, കാരണം ഇത് വഴറ്റി കഴിയുമ്പോൾ നമ്മൾ ഇതിനെ ഗ്രൈൻഡ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഷേപ്പൊന്നും വലിയ ബാധകമല്ല. ഈ ഉള്ളിക്ക് നല്ല ഭയങ്കര ഒരു മണം, എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നു. എന്തായാലും അരിഞ്ഞു വന്നപ്പം കുറച്ച് കൂടുതലുണ്ട്, അതുകൊണ്ട് ഞാനൊരു 1.5 ഉള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് ഞാൻ എടുത്തില്ല, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ചാണ് വഴറ്റുന്നത്. അപ്പം നമുക്കെല്ലാം കൂടെ ഒരു ബോളിലേക്ക് മാറ്റാം. ഇനി ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ വെളുത്തുള്ളിക്ക് വലിയ ഒരു പഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും. നാട്ടിൽ നല്ല സ്ട്രോങ് ആണെങ്കിൽ അതനുസരിച്ച് അളവൊന്ന് ഇത്തിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം ഇതിനെ നമുക്ക് തൊലി കളഞ്ഞ് വെച്ചാൽ മതി, അല്ലാതെ അരിയേണ്ട ആവശ്യമില്ല, കാരണം ഗ്രൈൻഡ് ചെയ്യുമല്ലോ. അപ്പം നമ്മുടെ വെള്ളം തിളച്ചു. ഇതിലേക്ക് നമുക്ക് സ്പിനാച്ച് ഇടാം. അതുപോലെ മുട്ട തിളപ്പിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് നമ്മുടെ ഇലകളിടാം. ഇതൊന്ന് വാടി വന്നാൽ മതി, അല്ലാതെ കിടന്ന് തിളച്ച് ഒരുപാട് നേരം കിടക്കണ്ട. അപ്പം നമുക്ക് നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളർ കിട്ടും. അറൗണ്ട് ഒരു 40 സെക്കൻഡ്സ് ടു ഒരു 1 മിനിറ്റ്, അതിനപ്പുറം നമുക്കിതിനെ ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം സ്പിനാച്ചിനെ ഞാൻ ഡ്രെയിൻ ചെയ്തു. എന്നിട്ട് ഞാൻ കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുകയാണ്. അപ്പം നമുക്കതിൻ്റെ ആ കളറ് റീറ്റെയിൻ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ആയതുകൊണ്ട് ഞാൻ ഈ വെളുത്തുള്ളി വളരെ വലിയ അല്ലികളായതുകൊണ്ട് ഞാൻ നമുക്ക് പെട്ടെന്നൊന്ന് പച്ചപ്പ് മാറാൻ വേണ്ടി ഒരു ഇച്ചിരി ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കുകയാണ്. ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് സവോളയും വെളുത്തുള്ളിയും. പിന്നെ നമുക്ക് ഒരു 2 ഇഞ്ച് നീളം വരുന്ന ഒരു ഇഞ്ചി കഷ്ണം ഞാൻ തൊലി കളഞ്ഞ് അതും കൂടെ കട്ട് ചെയ്തിടുകയാണ്. അതും നീളത്തിൽ കട്ട് ചെയ്താൽ മതി, കാരണം ഇതെല്ലാം നമ്മൾ ഗ്രൈൻഡ് ചെയ്യും. ഇഞ്ചി വെളുത്തുള്ളി സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 4 പച്ചമുളക് ഇടുന്നു. പിന്നെ കുറച്ച് മുളക് പൊടി ഇടും. അപ്പം അതനുസരിച്ച് നമ്മൾ എരിവൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഇവിടെ ഇരിക്കുന്നത് ഇച്ചിരി വലിയ തക്കാളിയാണ്, അതുകൊണ്ട് ഞാനൊരു 2 തക്കാളി ഇടുന്നു. ചെറുതാണെങ്കിൽ ഒരു 3 തക്കാളി ഇടാം. പിന്നെ ആ ഒരു പുളി ഇഷ്ടമുള്ളവർ കുറച്ച് കൂടിയാലും ഒരു തെറ്റുമില്ല. പിന്നെ പച്ചമുളകിൻ്റെ ഒരിതുണ്ട്, എനിക്കെൻ്റെ മദർ ഇൻ ലോ പറഞ്ഞു തന്നതാ. നമ്മൾ ഫ്രിഡ്ജിൽ ഈ പച്ചമുളക് സൂക്ഷിക്കുമ്പോൾ ആ തണ്ട് അങ്ങ് ഒടിച്ചിട്ട് വെക്കുകയാണെങ്കിൽ അത് ചീത്തയാവാതെ കുറേ നാളിരിക്കും. ആ തണ്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അതങ്ങ് ഇങ്ങനെ അഴുകി തുടങ്ങും. അപ്പം എനിക്കിത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടോ, അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് പറഞ്ഞത്. അപ്പം പച്ചമുളക് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് അങ്ങിടാം. പിന്നെ തക്കാളി നമുക്ക് ഇച്ചിരി വലിയ ചോപ്പ് ചെയ്യുകയൊന്നും വേണ്ട, ഒരു വലിയ പീസസ് ആയിട്ടങ്ങ് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി. നമ്മുടെ അരിയിലൊക്കെ കഴിഞ്ഞു, എല്ലാം ഇതിലുണ്ട്. ഇനിയിപ്പം നമുക്കൊരു പാൻ ഓൺ ചെയ്ത് എണ്ണയൊന്ന് ചൂടാക്കാം. എണ്ണ നല്ലപോലെ ചൂടായി. അതിലേക്ക് ഞാനൊരു ടീസ്പൂണിൽ ജീരകം ഇടുക. അപ്പം നല്ല ചൂടാകണം എണ്ണ, അപ്പം നമ്മുടെ ജീരകം ഇങ്ങനെ നല്ല പൊട്ടി വരും. എന്നിട്ട് ജീരകം പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ പച്ചക്കറിയും കൂടെ ഇതിലേക്ക് അങ്ങ് ഇടുകയാണ്. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റ്സ് ഇരുന്ന് ആ പച്ച മണമൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഓഫ് ചെയ്ത് ഇതും സ്പിനാച്ചും കൂടെ നമുക്കൊന്ന് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. പിന്നെ ഇതൊന്ന് തണുത്തിട്ട് മിക്സിയിലിടണം, അല്ലെങ്കിൽ ആ ചൂടോടെ ഇട്ട് നമ്മുടെ മിക്സി പെട്ടെന്ന് ചീത്തയായി പോകും. അതുകൊണ്ട് ചെറുതായിട്ടും തണുക്കാൻ ഞാൻ മാറ്റി വെക്കുവാണ്. വഴറ്റി വെച്ച സവോളയൊക്കെ തണുത്തിട്ടുണ്ട്. നമുക്കിനിയും ഈ ബ്ലാൻഡ് ചെയ്ത് വെച്ച സ്പിനാച്ചും ആ വെജിറ്റബിൾസും എല്ലാം കൂടെ മിക്സിയിലിട്ട് നമുക്കൊരു നല്ല പ്യൂർ ചെയ്തെടുക്കാം. നല്ലൊരു സ്മൂത്ത് ഗ്രേവി ആക്കി എടുക്കണം. നമ്മുടെ സ്പിനാച്ചും സവോളയൊക്കെ കൂടെ ഗ്രൈൻഡ് ചെയ്ത് ഇങ്ങനെ ഒരു ഗ്രേവി ആക്കി ഇതിനെ നമുക്ക് പാനിലേക്ക് ഒഴിച്ച് നമുക്കിനിയും കുറച്ച് പൊടികളൊക്കെ ചേർക്കണം. എനിക്ക് ഈ പാട്ടിൽ ഈ ഒരു മ്യൂസിക് ഇല്ലേ, ഇത് വരുമ്പോൾ തന്നെ നമ്മുടെ ലാലേട്ടൻ എത്ര മനോഹരമായിട്ടാണ് അരകല്ലിൽ ഇങ്ങനെ മസാല അരയ്ക്കുന്ന ആ പവർഫുൾ ഇമ്പാക്റ്റ്. ഈ മ്യൂസിക് കേട്ട അറിയാതെ ആ ഒരു സീൻ ഓർത്തു പോകും. എൻ്റെ കൈ പക്ഷെ ഇപ്പം മിക്സിയാണ്.
തീ ഇത്തിരി ഒന്ന് കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ അത് വല്ലാതെ തിളച്ച് തെറിക്കും. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇടാം. പിന്നെ ഈ ഒരു ഡിഷിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കേരളീയ ഡിഷ് ഉണ്ടാക്കുന്ന അത്രയും പൊടികൾ നമ്മൾ ഇടില്ല. മസാല എല്ലാം ഒരു ഇത്തിരി കുറവായിരിക്കും. ഒരു 1/4 സ്പൂണിന്നും കുറവ് മഞ്ഞൾപ്പൊടി ഇട്ടു. അതൊരു എപ്പോഴും എല്ലാ ഡിഷിലും അതൊരു നല്ലതല്ലേ നമ്മുടെ ആരോഗ്യത്തിന്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. അപ്പം നമ്മൾ ഓർക്കേണ്ട അരയല്ല, ഞാൻ അരയിൽ നിന്നും ഒരു 1/2 ടീസ്പൂൺ അത് തന്നെ. പിന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം പച്ചമുളക് ഇടുന്നുണ്ട്, അതുകൊണ്ട് പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അപ്പം എരിവൊന്ന് സൂക്ഷിക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി. പിന്നെ ഇതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം വറുത്ത പൊടികളാണ്. അപ്പം പച്ചപ്പൊടി ആണെങ്കിൽ നമ്മൾ ആദ്യമേ ഉള്ളിയൊക്കെ വഴറ്റുന്ന കൂട്ടത്തിലിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഗ്രൈൻഡ് ചെയ്താലും ശരിയാകും. ഇതിലേക്ക് ഉപ്പിടാം. പിന്നെ ഇത് ഗ്രേവി ഇപ്പോൾ വളരെ തിക്കാണ്, അപ്പം നമുക്ക് അവനെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. ഇതിനെ ഒന്ന് എല്ലാ ഫ്ലേവേഴ്സും ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ശകലം പാലൊഴിക്കാം. ഹെവി ആക്കണമെങ്കിൽ ക്രീം ഇടാം, പക്ഷെ ഞാൻ പാലാണ്, ഒരു 1/4 കപ്പ്. പാലൊക്കെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു പിഞ്ച് ഓഫ് മേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാതിപത്രി പൊടിച്ചത്. അത് കൂടിപ്പോകരുത്, ഭയങ്കര സ്ട്രോങ് ആയിപ്പോവും. പക്ഷെ ഒരു ചെറിയൊരു കിക്ക് കിട്ടാൻ വേണ്ടി ഇതിന്റെ ഒരു 2 പിഞ്ച് നമുക്കൊന്ന് ചേർക്കാം. പിന്നെ ഇതിലോട്ട് വേറെ കിക്ക് കിട്ടാനായിട്ട് ചേർക്കുന്നതാണ് കസൂരി മേഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉലുവയുടെ ഇല ശരിക്കും ഉണക്കിയതാണിത്. അതിടുമ്പോൾ ഒരു നല്ല ഫ്ലേവർ ഉണ്ട്. പക്ഷെ ഇത് തികച്ചും ഓപ്ഷണലാണ്. അപ്പം ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഉള്ളത് കൊണ്ട് ഞാനൊന്ന് ഇടുന്നതേ ഉള്ളൂ. ഇട്ടാൽ നല്ല രസമാണ്. ഞാനൊരു കയ്യിൽ ഇത്ര എടുത്തു. അതിനെ ഞാനൊന്ന് എൻ്റെ വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്യുന്നു. അപ്പം നമുക്കൊരു ഉലുവയുടെ ഒരു മണമൊക്കെ കിട്ടും. ആ ക്രഷ് ചെയ്തതിനെ നമ്മൾ ഇതിലോട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്യാണ്. പിന്നെ ഇതൊന്ന് ടോസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ക്രഞ്ചി ആയിട്ട് പെട്ടെന്ന് പൊടിഞ്ഞു വരും, നല്ലൊരു മണവും വരും. അങ്ങനെയും ചെയ്യാം. റെഡിയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ മുട്ടേനെ ഹാഫായിട്ട് കട്ട് ചെയ്ത് അങ്ങ് ആഡ് ചെയ്യാം. ഈ മുട്ട ഇടാം. പിന്നെ മുട്ട ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഇളക്കരുത്, കാരണം ആ ഉണ്ണിയും വെള്ളയും കൂടെ സെപ്പറേറ്റ് ആയി പോകും. അതുകൊണ്ട് ഇട്ടിട്ട് നമുക്ക് ആ പാനിനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ അനക്കി അങ്ങ് കൊടുത്താൽ മുട്ടയൊക്കെ മിക്സായി അതിലേക്ക് ആ ഗ്രേവി ഒന്ന് പിടിക്കും. അപ്പം നമ്മുടെ എഗ് ഇൻ സ്പിനാച്ച് ഗ്രേവി റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞങ്ങളിടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ഇനിയും മുന്നോട്ട് വീഡിയോസ് ഇടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റുള്ളവരുമായിട്ടൊന്ന് ഷെയർ ചെയ്താൽ നമുക്കും അതൊരു എൻകറേജ്മെൻ്റ് ആണ്. വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ കറി ഏറ്റവും നന്നായിട്ട് പോകുന്നത് ചപ്പാത്തി അല്ലെങ്കിൽ പറാഠ അല്ലെങ്കിൽ പ്ലെയിൻ വൈറ്റ് റൈസ്, അതിൻ്റെ കൂടെയാണ് ഇത് ഏറ്റവും നന്നായിട്ട് നമുക്ക് പോകുന്നത്. അപ്പോൾ സെർവ് ചെയ്യുമ്പം അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് പ്ലീസ് സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം കാണുന്നത് വരെ ബൈ.